നമ്മൾ വായിച്ചത് സങ്കീർത്തനം 78 അവസാനത്തെ 3 ഭാഗങ്ങളാണ്. അത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി, തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. സ്വത്രം. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. സ്വത്രം. ഇതിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ദാവീദിന്റെ ജോലി എന്തായിരുന്നു? അവന് തള്ളയാടുകളെ നോക്കുന്ന വേലയായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വത്രം. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. സ്വത്രം. ഇതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ചിന്ത. സ്വത്രം. അപ്പം ദാവീദ് എന്തായിരുന്നു? ദാവീദ് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ദാവീദിനെ കുറിച്ച് നമുക്ക് അറിയാം. ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ ഭവനത്തിലേക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് കടന്നു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ ശമൂവേൽ പ്രവാചകൻ നമുക്കറിയാം വിശ്വസ്തനായ പ്രവാചകനാണ്, എല്ലാമാണ്. പക്ഷേ ഈ ഇശായിയുടെ മൂത്ത മകനെ കാണുമ്പോൾ, സ്വത്രം, അതിന്റെ 6-ാം ഭാഗ്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തൻ ഇതാ എന്ന് പറഞ്ഞു. സ്വത്രം. മൂത്ത മകനായ ഏലിയാവിനെ കാണുമ്പോൾ ഈ ശമൂവേൽ പ്രവാചകൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഇവനെ ആയിരിക്കും ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. സ്വത്രം. എന്നാൽ ദൈവം ശമൂവേലിനോട് പറയുകയാണ്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. അതിന്റെ 7-ാം വാക്യമാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം. അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് പറയുകയാണ്. സ്വന്തം. തുടർന്ന് നമുക്കറിയാം ഇശായിയുടെ മറ്റ് 6 പുത്രന്മാരെ വിളിച്ചു. ഇവരെ ആരുമല്ല ദൈവം തിരഞ്ഞെടുത്തത്, ഇനിയും വല്ല പുത്രന്മാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ആട്ടിൻ തൊഴുത്തിലും തള്ളയാടുകളെ നോക്കുന്ന കാട്ടിലും ഒക്കെ ആയിരുന്ന ദാവീദിനെ അവിടെ നിന്ന് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അപ്പൊ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഇതിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനയന്ത്രനും കോമള രൂപിയുമായിരുന്നു. അപ്പം ഒരു യോദ്ധാവിന് വേണ്ട യാതൊരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ശരീരഘടനയോ ഒന്നും ഇദ്ദേഹത്തിനില്ല. പക്ഷേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും വ്യത്യസ്തമാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും വ്യത്യസ്തമാണ്. നമ്മൾ എങ്ങനെയാണ്, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവരൊത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അവരൊത്തിരി ദൈവസന്നിധിയിൽ അടുത്തേക്ക്, അങ്ങനെയൊക്കെ നമ്മുടെ ചിന്താഗതി. ഇപ്പൊ നമുക്കറിയാം, ഇന്നിപ്പം നമ്മൾ ദാവീദിനെ തെരഞ്ഞെടുത്ത കാര്യമാണ് പറയുന്നത്. ഈ 2 ശമൂവേൽ 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വന്നാല്, 2 ശമൂവേൽ 6-ന്റെ 22-ലേക്ക് വന്നാല് ഞാൻ വായിക്കാം. അപ്പം ദാവീദ് പറയാം, ദൈവം തിരഞ്ഞെടുത്തതിന്റെ പ്രത്യേകത പറയുകയാണ്, ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. സ്വത്രം. 21-ാം വാക്യത്തിൽ ഇങ്ങനെ ദാവീദ് മീഖലിനോട് പറയുകയാണ്, യഹോവയുടെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിക്കാൻ തക്കവണ്ണം എന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിനുപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. അപ്പം ദൈവം തിരഞ്ഞെടുത്തതിന്റെ മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. അപ്പം കാലങ്ങളേറെ കഴിഞ്ഞു, ദാവീദ് രാജാവായി, ദാവീദ് സ്വസ്ഥമായിട്ട് ഭരിക്കുന്നതൊക്കെ ആ സമയമാണ്. ആ സമയത്ത് പോലും ദാവീദ് സ്വന്തം ഭാര്യയോട് പറയുകയാണ്, എന്താണ്, ദാവീദിനറിയാം ദാവീദ് എവിടെയായിരുന്നു, ദാവീദ് ഏത് അവസ്ഥയിലായിരുന്നു, ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം ദാവീദിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ദാവീദ് ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദാവീദ് പറയുന്നു, ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. അപ്പൊ നമ്മുടെ കാഴ്ചയ്ക്ക് നമ്മൾ ആരായിരിക്കണം? നമ്മുടെ കാഴ്ചയ്ക്ക് നമ്മൾ എളിയവരായിരിക്കണം. അപ്പൊ നമുക്ക് ദൈവം കൃപ തന്നു, കൃപാവരം തന്നു, നമ്മള് പേരും പ്രശസ്തിയും ആയെന്ന് പറഞ്ഞാലും എന്താണ്, നമ്മളെപ്പോഴും താഴ്മയിൽ നമുക്ക് നമ്മളെ മുമ്പോട്ട് നയിപ്പാൻ നമുക്ക് കഴിയണം. നമ്മളത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. സ്വത്രം. അതുപോലെ തന്നെ നമുക്കറിയാം, ഏശാവും യാക്കോബും ഈ 2 വ്യക്തി ജീവിതങ്ങളെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ യാക്കോബിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. സ്വത്രം. അബ്രഹാമിന് 2 പുത്രന്മാരായിരുന്നു, ഇസ്മായേലും ഇസഹാക്കുമായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് പറയാൻ സാധിക്കും, ഇസ്മായേൽ ദാസിയുടെ പുത്രന,
ഇസ്ഹാക്ക് വാഗ്ദത്ത സന്തതിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഏശാവും യാക്കോവും വരുമ്പോൾ നമുക്ക് ഇത് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇവര് ഇരട്ടകളാണ്, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന മക്കളാണ്. ഇവരെ തെരഞ്ഞെടുത്ത ആരാണ്? യാക്കോവിനെ തെരഞ്ഞെടുത്ത ആരാണ്? ദൈവമാണ് തെരഞ്ഞെടുത്തത്. ഇതിനകത്ത് മനുഷ്യന് യാതൊരു കൈകടത്തും ഇതിൻ്റെ അകത്തില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ തോന്നാം, ഏശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയത് കൊണ്ടായിരിക്കാം, അല്ലെ മുൻകൂതി ആയതുകൊണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കുറച്ചുകൂടെ അത് വിശദമാക്കി പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കാവും. അത്രയുമല്ല, റിബെക്കായും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. ഇവിടെ പറയുകയാണ്, ഇസ്ഹാക്ക് എന്ന ഏകനാല് ഗർഭം ധരിച്ച 2 മക്കൾ. അപ്പോൾ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെയോ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ. അപ്പം ശിശുവായിരിക്കുമ്പോൾ തന്നെ ഇവിടെ പറയുകയാണ് തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. അപ്പൊ സ്വതന്ത്രം അവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് അവിടെ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പറയുക, മൂത്തവൻ ഇളയവനെ സേവിക്കും, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. സ്വതന്ത്രം ഇതിനകത്ത് മാനുഷികമായ കൈകടത്തലുകളില്ല. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഏശാവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഏശാവ് ആരായിരുന്നു? ഏശാവ് വേട്ടയാടി പിടിക്കുവാനും ഒക്കെ ഭയങ്കര അഗ്രഗണ്യനായിരുന്നു. എന്നാൽ യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ താൻ കൂടാരവാസിയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കണ്ണിന് നോക്കിയാൽ നമ്മൾ പറയും, അവൻ മടിയനാവന് വേണ്ടിയിരിക്കുന്നതാണെന്ന് പറയും, മറ്റവൻ അധ്വാനിച്ച് ജീവിക്കുന്നതാണെന്ന് പറയും. സ്വത്രം. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം ഈ യാക്കോബിനെയാണ് തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് എന്താണ്? ഇത് ദൈവത്തിന്റെ, ഇവിടെ പറയുകയാണ്, ദൈവം നമ്മെ പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. അപ്പൊ നമുക്കിതിനകത്തൊന്നും കൈകടത്തുവാൻ സാധിക്കത്തില്ല എന്നൊരു കാര്യം നമ്മൾ എപ്പോഴും തോന്നണം, ഓർത്തു കൊടുക്കുക. സ്വത്രം. അടുത്തതായിട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മോശയുടെ കാര്യം ചിന്തിക്കാം. മോശയുടെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരുന്നു. മോശയെ ദൈവം തിരഞ്ഞെടുത്തു. അത് എത്രയോ കുട്ടികൾ ജനിച്ചിരിക്കുക, എന്നാൽ ആ ജനിച്ച കുട്ടികളിൽ മോശയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ആര് കൊല്ലുമെന്ന് പറഞ്ഞു, അവരുടെ മധ്യത്തിൽ മോശയെ ദൈവം വളർത്തുവാനിടയായി. സ്വതന്ത്രം. പിന്നത്തേതിൽ നമുക്ക് കാണാൻ സാധിക്കും, മോശ ഈ ഇവരുടെ വിദ്യയും എല്ലാം പഠിച്ചിട്ട് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെ വായിക്കാം, മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിനും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. സ്വത്രം. താൻ കൊട്ടാരത്തിലായിരുന്ന സമയത്ത് എന്താണ്? താൻ വളരെ സമർത്ഥനാണ്. ഈ മിസ്രയീമ്യരുടെ എല്ലാ സകല ജ്ഞാനവും അഭ്യസിച്ച് താൻ സമർത്ഥനായി നിൽക്കുന്ന സമയമാണ്. സ്വത്രം. ആ സമയത്താണ് ദൈവം ഇദ്ദേഹത്തെ ഒന്ന് തെരഞ്ഞെടുത്തു. പക്ഷെ ഇദ്ദേഹത്തിന് അറിയത്തില്ല. അങ്ങനെ ഇദ്ദേഹത്തെ മുമ്പോട്ട് നയിച്ചപ്പോൾ ഇദ്ദേഹത്തിന് 40 വർഷം മരുഭൂമിയിൽ വസിക്കേണ്ടതായിട്ട് വന്നു. ഈ 40 വർഷം മരുഭൂമിയിൽ വസിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം തന്റെ പ്രവൃത്തികൾക്കായിട്ട് ഇദ്ദേഹത്തെ ഒരുക്കിക്കൊണ്ടിരുന്നു. പക്ഷെ മോശയ്ക്ക് അത് മനസ്സിലാകുന്നില്ല. മോശ ചിന്തിക്കുമ്പോൾ എന്താ? മോശയുടെ ജീവിതം മരുഭൂമിയിലായിപ്പോയി, ആടുകളുടെ മധ്യത്തിലായിപ്പോയി, ഒറ്റപ്പെട്ട അവസ്ഥ, ഏകാന്തത, മുമ്പോട്ട് ഒരു വഴിയുമില്ല എന്നൊക്കെ മോശയ്ക്ക് തോന്നുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവേ, മുമ്പേ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. മോശ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനൊന്നും അല്ല, ഞാൻ വിക്കനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്. സ്വന്തം. പക്ഷേ ദൈവം ആ മോശയിൽ നിന്ന് ആഗ്രഹിച്ചത് എന്താണ്? മോശയുടെ കഴിവല്ല. ഞാൻ ഈ ലോകത്തിന്റെ ജ്ഞാനം പഠിച്ചിട്ട് ഈ ലോകത്തിന്റെ ജ്ഞാനം ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്നല്ല ദൈവം മോശയിൽ നിന്ന് ആഗ്രഹിച്ചത്. നീ ഒരു എന്താണ് പറയുന്നത്, നീ തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ തകർന്നിരിക്കുന്ന പാത്രം നീ എന്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ അതിനെ പണിതുകൊള്ളാമെന്നാണ് ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്. സ്വന്തം. നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെ മോശ കടന്നു പോകുമ്പോഴാണല്ലോ നമുക്കറിയാം,
3-ാം അധ്യായത്തില് ദൈവത്തിന്റെ മുൾപ്പടർപ്പ് തീ പിടിച്ച് 3-ാം അധ്യായം 2-ാം വാക്യം, മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും മോശ കാണുകയാണ്. മോശ ഈ അത്ഭുതം എന്താണ് എന്ന് കാണാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം പറയുന്നതാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയണം. കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയാതെ ആ വിശുദ്ധ സ്ഥലത്തേക്ക്, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ എനിക്ക് സാധിക്കാതെ കടന്നു വരുന്നു. സ്തോത്രം. അങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിച്ചു കൊള്ളുക, നമ്മുടെ ജീവിതത്തില് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ കഴിയാതെ വന്നു. നമുക്ക് മോശയ്ക്ക് ചെരുപ്പായിരുന്നെങ്കിൽ നമുക്ക് മറ്റു വലുതുമാണോ, മറ്റു വലുതുണ്ടോ നമുക്ക് കടന്നു വരുന്നതിന്, പ്രാഗൽഭ്യത്തോടെ കടന്നു വരുന്നതിന് തടസ്സമായി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് സ്വയശോധന ചെയ്ത് നമ്മൾ കണ്ടെത്തി അതൊക്കെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വതന്ത്രം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വസിപ്പാൻ, ദൈവത്തോടൊപ്പം നടക്കുവാനൊക്കെ നമുക്കും കഴിയുമെന്ന് നമ്മളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അടുത്തൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാം, പഴയ നിയമത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വഴി തളിർക്കും. ആമേൻ. സ്തോത്രം. അപ്പം ഇവിടെ പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുക്കുന്ന, ദൈവം പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ വഴി അവിടെ തളിർക്കുമെന്ന് പറയുകയാണ്. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 വടികൾ അവിടെ കൊണ്ടുവെക്കും. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അവിടെ കൊണ്ടുവെക്കുകയാണ്. സ്തോത്രം. എന്നാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒറ്റ രാത്രി ഈ വടി എവിടെ ഇരുന്നു? സ്തോത്രം. മോശ വടികൾ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 12 വടികൾ. അപ്പൊ ഒരുപക്ഷെ നമ്മളൊരു മാനുഷികമായിട്ട് നോക്കിയാൽ നമ്മൾ കാണുന്ന എന്താണ്? 12 ഉണങ്ങിയ വടികളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിന് യാതൊരു പ്രതീക്ഷയുമില്ല. ഈ വടി തളിർക്കുമെന്നോ ഈ വടി എന്തെങ്കിലും ആകുമെന്നോ എന്താ നടക്കാൻ പോകുന്നോ ആർക്കും അറിയത്തില്ല. 12 ഉണങ്ങിയ വടികൾ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നാൽ എന്താണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്? ദൈവം പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുക്കുന്നതിന്റെ വടി തളിർക്കും. സ്തോത്രം. 17-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വന്നാൽ, പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവ്യ ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു പൂത്തു ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പം ദൈവം തെരഞ്ഞെടുത്തതായതുകൊണ്ട് ഒറ്റ രാത്രി എന്താണ്? അഹരോന്റെ ജീവിതം മാറി മറിയുന്ന ഒറ്റ രാത്രിയായിരുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മളെ വാസ്തവമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഒറ്റ രാത്രി മതി നമ്മുടെ ജീവിതം മാറി മറിയുവാൻ കാണാൻ സാധിക്കും. സ്തോത്രം. അപ്പൊ നമുക്കറിയാം, ഈ 12 വടി മനുഷ്യരുടെ കാഴ്ചയിൽ എന്താണ്? ഒരുപോലെയാണ്. അത് ഒരുപക്ഷെ ഉണങ്ങിയതാണ്. ഇതിന് യാതൊരു പ്രത്യാശയും പ്രതീക്ഷയും ഒന്നും ഒരുപക്ഷെ കാണാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ചിലപ്പോൾ നമ്മളെന്താ പറയുന്നത്, നമുക്ക് കഴിവില്ല. ആമോസ് പറഞ്ഞ പോലെ ഞാനൊരു ആട്ടിടയനാ, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനാ, അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലപ്പോഴും പലതിലും നമ്മൾ ഒഴിഞ്ഞുമാറും. അല്ലെങ്കിൽ എനിക്കൊരു വ്യക്തിയോട് സുവിശേഷം പറയാൻ അറിയത്തില്ല, ഞാൻ എന്തോ എടുത്തിട്ട് പറയും എന്നൊക്കെ നമുക്ക് തോന്നും. സ്തോത്രം. എന്നാൽ സ്തോത്രം, നമ്മള് കർത്താവിന്റെ നാമത്തില് പറഞ്ഞു തുടങ്ങിയാൽ ദൈവം നമ്മുടെ നാവിനെയൊക്കെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമെന്ന് നമ്മൾ അറിയാതെ ഇരിക്കില്ല. നമ്മുടെ ബുദ്ധിയിലല്ല, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലല്ല, നമ്മുടെ പാണ്ഡിത്യത്തിലല്ല ഇതൊന്നും ഇരിക്കുന്നത് എന്നൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. സ്തോത്രം. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഓർത്തു കൊള്ളുക. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ മറുപടിയില്ലാത്ത പ്രാർത്ഥനകളായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ എന്താണ്, എല്ലാം അടഞ്ഞിരിക്കുന്നു, വാതിലുകളെല്ലാം അടഞ്ഞു പോയിരിക്കുന്ന തോന്നലുകളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. നമുക്കറിയാം, 20-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഭക്തന്റെ സങ്കീർത്തനം 20-ാം സങ്കീർത്തനം. അപ്പൊ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന അവസ്ഥയിൽ നമുക്കൊരു പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സാഹചര്യമായാലും വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാനും നമ്മളിപ്പം വായിച്ചതുപോലെ ഒറ്റ രാത്രി ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചെടുക്കുന്ന ഒറ്റ രാത്രി നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെയും വിടുതലിന്റെയും രാത്രി ആകുമെന്നും നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങിയ ആ വടികളെ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങിയ സമയങ്ങൾ നമ്മൾ ഓർത്ത് നോക്കുക. മോശയുടെ ജീവിതത്തിൽ 40 വർഷം വേണമായിരുന്നു ദൈവത്തിന് ആ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാൻ. മോശ വാസ്തവമായി അതിലേക്ക് വരുവാൻ
അല്ലെങ്കിൽ മോശ പറഞ്ഞേ ഞാൻ മിസ്രൈമിൽ പഠിച്ച ജ്ഞാനമായിരുന്നു ഇതെല്ലാം എന്ന ദൈവസന്നിധി ഒരു പക്ഷേ പറയുവാനിടയായനെ. എന്നാൽ 40 വർഷത്തെ മോശയുടെ ആ ഇതിലൂടെ ദൈവം എന്താണ്, ഞാൻ വിക്കന തനിച്ച നാവുള്ളവനാ, എനിക്ക് പ്രത്യേകിച്ച് വാക്വൈഭവമില്ല, വാക്സാമർത്ഥ്യമില്ല എന്ന് പറയുമാറ് മോശയെ ഒതുക്കിക്കളഞ്ഞു. അപ്പൊ എന്താണ്, അപ്പൊ ആ മോശയുടെ ജീവിതത്തിലെ ഉണങ്ങിയ സമയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങിയ സമയം എന്ന് പറയുന്നത് ദൈവം ചില ഫൗണ്ടേഷൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ഇത് നമുക്ക് വേണ്ടി ഒരുക്കുന്നു, ചില ഫൗണ്ടേഷൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അപ്പൊ ഈ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അഹരോന്റെ വഴി മത്സരികൾക്ക് ഒരു അടയാളമാണ്. സ്തോത്രം. സ്തോത്രം. അപ്പൊ ഇത് തന്നെയാണ് സ്തോത്രം. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മളെ ദൈവം അടുപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ നമ്മളെ എന്താണ്, ചിലർക്കൊക്കെ സ്തോത്രം ഒരടയാളമായിട്ട് തന്നെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്താണെങ്കിൽ ഇപ്പൊ ഒരു വലിയ ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരു വലിയ കക്ഷിയായിരുന്നു. പുള്ളി ഒരു ബന്ധുക്കോസുകാരനെ കളിയാക്കി. അപ്പം കളിയാക്കിയവരെ വലിയ ബന്ധുക്കോസുകാരെ കൊച്ചിനെ കളിയാക്കിയവർ. അപ്പൊ എൻ്റെ ഈ സുഹൃത്ത് സൗദിയിൽ നിന്ന് ഇവരെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് വചനം അറിയത്തില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവനാമത്തെ ദുഷിക്കുക, ദൈവവചനത്തെ ദുഷിക്കുക. ഇന്ന് മുതൽ 5 വർഷം നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ പരസ്യക്കോലമാകുന്നു. ഇന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞതുപോലെ തന്നെ അവർ പരസ്യക്കോലമായി ആയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. സ്തോത്രം. അപ്പൊ ഇതാ പറയുന്നത്, നമ്മൾ ദൈവനാമത്തിൽ നമ്മുടെ ആത്മാവിന്റെ എരിവോടെ നമ്മൾ ആ സത്യസന്ധതയോടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിന് ഒരു മാറ്റവുമില്ല, അങ്ങനെ തന്നെ സംഭവിക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കത് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിശ്ചയമായിട്ട് പറയുവാൻ സാധിക്കും. സ്തോത്രം. അപ്പം ദൈവമാണ് ദാവീദിനെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് വ്യക്തമായി. ദൈവമാണ് യാക്കോബിനെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് മോശയെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് അഹരോനെ തിരഞ്ഞെടുത്തത്. ഇതെല്ലാം നമ്മൾ കണ്ടു. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ അത് വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഒരു തിരഞ്ഞെടുപ്പ്. സ്തോത്രം. ഒരു തിരഞ്ഞെടുപ്പ്. അപ്പൊ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ച് ഇരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലൊക്കെ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവരെക്കാളും ഒക്കെ കഴിവ് കുറഞ്ഞവരായിരിക്കും നമ്മൾ. അങ്ങനെയുള്ളവരെ ആയിരിക്കും ഒരുപക്ഷെ ദൈവം തെരഞ്ഞെടുക്കുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ആ രഹസ്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, പിതാവേ നീത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കളായി നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. സ്തോത്രം. അപ്പൊ ചില ശിശുക്കൾക്ക് ദൈവം ഈ വചന സത്യങ്ങൾ വെളിപ്പെടുത്തി അവരെ നിലനിർത്തിയിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ ചുമ്മാതിരിക്കാനല്ല, നിങ്ങൾ പോയി ചില ഫലങ്ങൾ കായ്ക്കണം. സ്തോത്രം. അപ്പൊ എന്താ ഈ ഫലം? ഈ 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. സ്തോത്രം. അപ്പൊ നമ്മള് ക്രിസ്തുവിൽ വസിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്പാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന ഒരു ഉപമയോടുകൂടിയാണ് യേശു ക്രിസ്തു ഇത് വെളിപ്പെടുത്തി നൽകുന്നത്. സ്തോത്രം. അപ്പൊ നാം ആകുന്ന കൊമ്പുകളും എന്ത് ചെയ്യണം? നമുക്ക് ഈ മുന്തിരിവള്ളിയോട് ചേർന്ന് വളരണം. സ്തോത്രം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്പാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൽ തന്നെ നമ്മൾ ആയിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നരുത് നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ വളർന്നുവെന്നും അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലാതെ നമുക്ക് വളരാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നരുത്. നമുക്ക് ഒരു വാക്ക് പറയണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം എന്ന് നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. സ്തോത്രം. ഈ 15-ാം അധ്യായം തന്നെ അതില് നമുക്കറിയാം,
അതിന്റെ 18-19 വാക്യങ്ങൾ നമുക്കറിയാം. ഈ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ മറ്റുള്ളവര് നമുക്കറിയാം. മോശയുടെ സമയത്ത് ദൈവം മോശ തെരഞ്ഞെടുത്തു. ആ സമയത്ത് എന്ത് ചെയ്തു? ശിശുക്കളെല്ലാം കൊല്ലാൻ നോക്കി. യാക്കോബിന്റെ സമയം വന്നു. യാക്കോബ് അവിടെ വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിന്റെ സമയമാണ്. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ജോയൽ പറഞ്ഞു 7 വർഷം അഭിഷേകം, രാജാഭിഷേകം പ്രാപിച്ച വ്യക്തി 7 വർഷം കാട്ടിക്കൂടെയും മരുഭൂമിയിലൂടെ ഓടുന്നതായിട്ട് വന്നു. അപ്പൊ ഇത് സംഭവിക്കുക എന്താണ്? വാഗ്ദത്തം പ്രാപിച്ചവൻ എന്തുണ്ട്? വാഗ്ദത്തം പ്രാപിച്ചവന് സ്വത്രം വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഗുരുകുല പാസ്റ്റർ വന്നപ്പോൾ അദ്ദേഹം പറയുവാനിടയായി, അഭിഷേകം നല്ല, പക്ഷെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഓട്ടം. അഭിഷേകം പ്രാപിച്ച അന്ന് മുതൽ ദാവീദ് ഓട്ടമാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരു യേശുക്രിസ്തു അതൊന്നും വെളിപ്പെടുത്തി നൽകുകയാണ്. 15-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യം. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തം അതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഇവിടെ പറയുകയാണ്, ലോകം ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ ലോകം പകയ്ക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പും വിളിയും അതിന്റെ ഉദ്ദേശങ്ങളും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോകം നമ്മളെ നമ്മൾ പകച്ചു. അപ്പൊ നമ്മൾ ഓർക്കുന്നത്, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എല്ലാവരോടും നല്ലതായിട്ട് ഇടപെട്ടു, പക്ഷെ എല്ലാവരും എന്നോട് വളരെ മോശമായിട്ട് ഇടപെടുന്നു മനസ്സിലാകാൻ സാധിക്കും. നമുക്കറിയാം, വിളി കേട്ടവർക്കേ ഉള്ളൂ ഈ ബുദ്ധിമുട്ട്. എല്ലാവരും ഒന്നും വിളി കേട്ടുവെന്ന് വരത്തില്ല. സ്വതന്ത്രം. അപ്പം വിളി കേട്ട വ്യക്തി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്താണ് അത് ദൈവം അറിയാതെയല്ല സംഭവിക്കുന്നതെന്നും ലോകം നമ്മളെ പയക്കുന്നത്, ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് നിസ്സാരം എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാൽ പോലും ഈ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് അവർക്ക് നല്ല സാധനം പോലും കിട്ടുന്നില്ല. കാരണം അങ്ങനെയാണ് സ്വതന്ത്രം. അപ്പം ഈ കാണുന്നവരെല്ലാം പറയും, ഇവനൊക്കെ ഇത്ര പൊട്ടനാണെന്ന് ചോദിക്കും. ആ ഒരു നിലവാരത്തിൽ നമ്മളെ തകർക്കും. ഈ തകർച്ചയിലൂടെ ദൈവം ഈ തിരഞ്ഞെടുത്ത വ്യക്തിയെ പണിയും. ഇതാണ് സംഭവിക്കുന്നത്. സ്വതന്ത്രം. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിച്ചേനെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എത്രയോ വാസ്തവമാണ്. ദൈവത്തെ അറിയാത്ത സമയത്ത്, ഈ കള്ളും കുടിച്ച് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും വലിയ കാര്യമാണ്. നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയെ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്ന് എന്ത് ചെയ്യുന്നു? ദൈവം തിരഞ്ഞെടുത്തു, ഈ സത്യം അറിഞ്ഞു, എല്ലാത്തിൽ നിന്നും പിന്മാറി. നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെന്നാൽ വേണേ വന്നിരുന്നിട്ട് പൊക്കുക എന്നുള്ളൊരു മനോഭാവത്തിലാണ് നമ്മുടെ വേണ്ടപ്പെട്ടത്. സ്വതന്ത്രം. നമുക്ക് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുവാ? ആ വിളി എൻ്റെ മേൽ വന്നു കഴിക്കും എന്നുള്ള ഉറപ്പ് പ്രാപിച്ചു കൊടുക്കുക. സ്വതന്ത്രം. അപ്പം ലോകക്കാരായിരിക്കാൻ ദൈവം നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ലോകം നമ്മളെ പയക്കുന്നത് എന്നൊരു കാര്യം നമ്മൾ ഓർത്തു കൊടുക്കുക. അല്ലാതെ നമ്മൾ വളരെ വീട്ടിൽ കിടന്നിട്ട് ഭാര്യ ഭർത്താവിനെയോ മക്കളെ അമ്മയപ്പന്മാരെയോ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിന്റെ വിളി വാസ്തവമായി നമ്മുടെ മേലുണ്ട്. സ്വതന്ത്രം. അപ്പം ഇവിടെ പറയുകയാണ്, അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടക്കോടെ അവരെ നടത്തി. അപ്പം കൈമിടക്കോടെ, അപ്പം ആടിനെ മാത്രം മേയിച്ച്, ആടിനെ മാത്രം നയിച്ച് നടന്ന ദാവീദിനെ ദൈവജനത്തെ നയിപ്പാൻ ഒരു രാജാവായി അഭിഷേകം ചെയ്തെടുത്ത് ആ ദൈവജനത്തെ നയിപ്പാൻ പ്രാപ്തനാക്കിയത് ഈ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്, ദൈവത്തിന്റെ അഭിഷേകം ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മള് സ്വതന്ത്രം യിശായിയുടെ 7 പുത്രന്മാരില് തള്ളപ്പെട്ടവനായി അല്ലെങ്കിൽ ആടുകളോടൊപ്പം ഒക്കെ കാട്ടിലും ആടുകളോടൊപ്പവും ഒക്കെ ആയിരുന്ന ദാവീദിനെ രാജസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. നമ്മൾ കുറച്ച് മുമ്പ് അതിന്റെ ആലോചനയായിട്ട് നമ്മളത് കേൾക്കുന്നുണ്ട്. സ്വതന്ത്രം. ദൈവം നമ്മളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രം.